ഹോം സ്റ്റേഡിയം ഷിവാസും വേറൊരു നമ്മളിന്നൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോവാട്ടോ. അക്രോൺ സ്റ്റേഡിയം, ഗുദലഹാര, മെക്സിക്കോയിലെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തില്. എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു ഫുട്ബോൾ മാച്ച് ഇതുപോലെ ലൈവായിട്ട് കാണുന്നത്. ഞാനത്ര എക്സൈറ്റഡ് അല്ലായിരുന്നു. ഇതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ മാച്ച് കാണാൻ പോവാന്ന്. ആക്ച്വലി ഞങ്ങൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ടൈമിലുണ്ടായ ഒരു വീഡിയോ ആണ് ഇട്ടത്. നമ്മളിവിടെ ഓണത്തിന് പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെക്കുന്നു, സാമ്പാറിന് അരിഞ്ഞു വെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോകാമെന്ന് ഞാൻ എന്നെ വിളിച്ചോണ്ട് വന്നതാണ് ഹസ്ബൻഡ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. നമ്മുടെ ഹോം സ്റ്റേഡിയം ഷിവാസും വേറൊരു ടീം, ആ ടീമിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി, എന്നാരും പൊങ്കാലിടരുത്. അപ്പോൾ ഈ രണ്ട് ടീം തമ്മിലുള്ള മത്സരമാണ് ഇത്. മെക്സിക്കോയിലെ ഇവിടുത്തെ ക്ലബ്ബുകളുടെ മത്സരമാണ്. സോ ഞാനപ്പോൾ അത്ര ഓക്കെ ഒരു നോർമൽ മാച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേഡിയം തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി ഇങ്ങോട്ട് പറയട്ടോ. ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുനിന്ന് കേൾക്കാം ഈ ആലടിക്കുന്ന സൗണ്ട്, ഈ ഫുട്ബോളിൻ്റെ വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. മാച്ച് ഞാൻ അധികം കാണാറില്ല, അത് കാരണം എനിക്ക് അത്ര വലിയ പിടി ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വൈബും സൗണ്ടും എല്ലാം കേട്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതെന്താ സംഭവം എന്ന് കാണാനായിട്ട് നമ്മളിത് അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. യെസ്, ഇതാണ് സ്റ്റേഡിയം. സ്റ്റേഡിയം ഫസ്റ്റ് കണ്ട ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത്. സോ കവർ ചെയ്യാനായിട്ട്, ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ചാനൽ ആരണ്ടൊക്കെ ഉണ്ട്. അത് ക്യാമറയൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഫുട്ബോൾ പ്ലെയേഴ്സ് ലൈനപ്പ് ആയിട്ടുണ്ട്. സ്റ്റേഡിയം ഭയങ്കര വലിയ സ്റ്റേഡിയം. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു, അപ്പോൾ കളി ഓൾമോസ്റ്റ് കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മളവിടെ ഇരുന്നു കളി കണ്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഫുട്ബോൾ കാണാൻ പോയ എക്സ്പീരിയൻസ് ആണ്. എനിക്കിതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നെന്ന് തോന്നി. പിന്നെ നിങ്ങളിന്ന് കാണിക്കണമെന്ന്, കാരണം നമ്മുടെ ഇവിടെ ഇത്ര വലിയ സ്റ്റേഡിയത്തിലിരുന്ന് ഫുട്ബോൾ കളി കാണലൊന്നും ഉണ്ടാവില്ലല്ലോ. സോ ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്താൽ കൊള്ളാൻ തോന്നിയതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടോളൂ. ഇല്ലാത്തൊരു ക്ലാരിറ്റി പ്രശ്നമെല്ലാം തോന്നുവാണെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ. എനിക്ക് ഫുട്ബോളിൻ്റെ ABC അറിയത്തില്ല, അപ്പോൾ ചുമ്മാ പോകുന്നു, കളി കാണുന്നു എന്നായിരുന്നു. പക്ഷേ ഇതിനകത്ത് വൈബ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ ഡ്രസ്സിലായിരുന്നു വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് എല്ലാവരും ജേഴ്സി ഒക്കെ ഇടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും വാങ്ങണം തോന്നി. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ജേഴ്സി വാങ്ങാൻ പോയി കേട്ടോ. ഇവിടെ എല്ലാത്തരം ജേഴ്സീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും വന്ന് പിക്ക് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും എല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് ഷിവാസിൻ്റെ നമ്മൾ ടീഷർട്ട് നോക്കി എടുത്തു. വീഡിയോയാ നടന്നു. നമ്മുടെ സ്റ്റേഡിയം ഒന്നുകൂടെ കാണിച്ചു തരുവാണ് കേട്ടോ. ഞങ്ങൾ ഇന്റർവെല്ലിന് പോയി ഈ ജേഴ്സി വാങ്ങി തിരിച്ചു വരുവാണ്. ഈ സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. 2026 ഫുട്ബോൾ മാച്ച്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഇവിടെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4 ഗ്രൂപ്പ് മാച്ചസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അക്രോൺ സ്റ്റേഡിയം എന്നാണ്, ഇത് പ്രൈവറ്റ് സ്റ്റേഡിയത്തിൻ്റെ പേരാണ്. ഫിഫ വേൾഡ് കപ്പ് 2026 വരുന്ന സമയത്ത് പേര് മാറ്റിയിട്ട് സ്റ്റാഡിയോ ഗുദലഹാര എന്നാക്കും. അതായത് പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ പേര് മാറ്റിയിട്ട് ഗുദലഹാരയുടെ സ്റ്റേഡിയം എന്നാകും.
സ്റ്റേഡിയത്തിലൊക്കെ ഓരോ ചിപ്സും സ്നാക്സും ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിനിടയ്ക്കൂടെ പോകുന്നത്. ആൾക്കാരെല്ലാം ഭയങ്കര ചിയറിങ് ആണ് കേട്ടോ നമ്മുടെ പ്ലെയേഴ്സിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ ഗോളൊന്നും ആരും അടിച്ചിട്ടില്ല. രണ്ട് ടീമിലും സമനിലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരോടി കളിക്കുന്നുണ്ട് എന്തായാലും. നമ്മുടെ ഈ അക്രോൺ സ്റ്റേഡിയം ബിൽഡ് ചെയ്തത് ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആണ്. ഇതിനൊരു 50,000 ആൾക്കാരടുത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അപ്പുറം ഈ ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഏരിയ ഫാൻ സോൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡ്രമ്മും പാട്ടും ഇതെല്ലാം ആയിട്ട് ഭയങ്കര വൈബാണ്. പിന്നെ ഇത് ഷിവാസിൻ്റെ ഹോം സ്റ്റേഡിയം ആണ്. അത് കാരണമാണ് നിങ്ങൾ ഇത്ര റെഡ് ഫ്ലാഗും ലൈക്ക് അവർ ഫ്ലാഗ് കാണുന്നത്. മറ്റു ടീമിന് ഇവിടെ അത്ര ഫാൻസ് ഞാൻ കാണുന്നില്ല. ഷിവാസ് ഫാൻസ് ആണ് ഫുള്ള് സ്റ്റേഡിയം നിറയെ. ഇതുവരെ ഗോളൊന്നും അടിക്കുന്നില്ല ഗൈസ്. ഞങ്ങൾ അക്ഷമരാണ്. ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തായാലും ഗോൾ അടിച്ചില്ല. അത് കാരണം ഞങ്ങൾ വരുന്ന സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വിചാരിച്ചു. സ്നാക്സ് ചിക്കൻ വിങ്സ് കിട്ടി. അപ്പം അത് കഴിച്ചോണ്ടിരിക്കുക. ഗോളാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വെള്ളം വെച്ചത്. പക്ഷെ അത് ഗോളായി. ഗോൾ അടിച്ചില്ലല്ലോ. ഈ സ്റ്റേഡിയം എക്സ്പീരിയൻസ് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവരുടെ വൈബ്, ഷിവാസിനെ വെച്ചുകൊണ്ടുള്ളതിൻ്റെ വൈബ്, ഇവരുടെ ചിയറിങ് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. അൺഎക്സ്പെക്റ്റഡ് 2 ടീം സമനിലയിൽ പിരിഞ്ഞു. അത് കാരണം മാച്ച് കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി. നമ്മൾ അക്രോൺ സ്റ്റേഡിയത്തിൽ നിന്ന് പോവാണ്. അപ്പോൾ ആരെങ്കിലും മെക്സിക്കോ വരണ്ട് ഫുട്ബോൾ കാണാനെങ്കിൽ ഇതായിരിക്കും കേട്ടോ നിങ്ങൾ വരുന്ന സ്റ്റേഡിയം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ആഡിയോസ്.